നമസ്കാരം. ഈ വർഷത്തെ ആദ്യ ചന്ദ്രഗ്രഹണത്തിന് പിന്നാലെ ആദ്യ സൂര്യഗ്രഹണം വരാനിരിക്കുകയാണ്. 2025 മാർച്ച് 29 നടക്കാനിരിക്കുന്ന ഈ സൂര്യഗ്രഹണം ഭാഗികമായിരിക്കും. ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ചന്ദ്രന്റെ ചലനം മൂലമുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ടതായ ജ്യോതിശാസ്ത്ര സംഭവമായും കണക്കാക്കപ്പെടുന്നു. ഭൂമിക്കും സൂര്യനും ഇടയിലൂടെ ചന്ദ്രൻ കടന്നു പോകുമ്പോഴാണ് ഭാഗിക സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ഈ സമയത്ത് സൂര്യപ്രകാശത്തെ ഭാഗികമായി ചന്ദ്രൻ മറയ്ക്കുന്നതുമാണ്. സൂര്യന്റെ കുറച്ചു ഭാഗം മാത്രമേ ചന്ദ്രൻ മറയ്ക്കൂ എന്നതിനാലാണ് ഇതിനെ ഭാഗിക സൂര്യഗ്രഹണം എന്ന് പരാമർശിക്കുന്നത്. ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായും മറയ്ക്കാത്തതിനാൽ തന്നെ ചന്ദ്രക്കലയുടെ ആകൃതിയിലായിരിക്കും ഭൂമിയിലുള്ളവർക്ക് ദൃശ്യമാവുക. എന്നാൽ നാളെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടതായ കാര്യം ആ സമയത്തെക്കുറിച്ചാകുന്നു. മാർച്ച് 29 എന്ന ദിവസത്തിലെ ഉച്ചയ്ക്ക് 2:20 മുതൽ സന്ധ്യയ്ക്ക് 6:14 വരെയുള്ള സമയമാണ് സൂര്യഗ്രഹണം സംഭവിക്കുക. തന്മൂലം ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ നാം വീടുകളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ വീടുകളിൽ ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും. ഈ കാര്യങ്ങൾ നാളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. പ്രധാനമായും പരാമർശിക്കുന്നത് ഒഴിവാക്കേണ്ടതായ ചില വസ്തുക്കളെ കുറിച്ചാകുന്നു. അടുക്കളയിൽ തീർച്ചയായും ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പഴകിയ ആഹാരം വീടുകളിലുണ്ട് എങ്കിൽ അത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. വേസ്റ്റ് പലപ്പോഴും വീടുകളിൽ വയ്ക്കുന്നവരുണ്ടാകാം, അത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. പൊട്ടിയ പാത്രങ്ങളുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. അവയിൽ ആഹാരം പാചകം ചെയ്യുന്നത് അത്രമേൽ ദോഷകരമായ ഒരു കാര്യമായാണ് കണക്കാക്കുന്നത്. നെഗറ്റീവായ ഊർജങ്ങൾക്കാണ് ഇത്തരത്തിൽ പൊട്ടിയ പാത്രങ്ങളിൽ പാചകം ചെയ്ത ആഹാരത്തിന് അവകാശം എന്നാണ് പറയുക. ഗരുഡ പുരാണ പ്രകാരമാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് എന്ന കാര്യവും ഓർക്കണം. അതിനാൽ തീർച്ചയായും അത്തരം പാത്രങ്ങളിൽ നിങ്ങൾ ആഹാരം പാചകം ചെയ്യരുത്. കീറിയ വസ്ത്രം, മുഷിഞ്ഞതായ വസ്ത്രങ്ങൾ നിങ്ങൾ വീടുകളിൽ ധരിക്കുവാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ അത്തരം വസ്ത്രങ്ങൾ നാളെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ ദോഷകരമാണ്. കീറിയതും കേടായതുമായ വസ്ത്രങ്ങൾ വീടുകളിൽ നിന്നും ഒഴിവാക്കുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാകുന്നു. മറ്റൊന്ന് കേടായ ക്ലോക്ക് ആകുന്നു. കേടായ ക്ലോക്ക് നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആ ക്ലോക്ക് ശരിയാക്കുക എന്ന കാര്യമാണ്. അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പൊട്ടിയ കണ്ണാടി നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. അത് അതീവ ദോഷകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ആ കണ്ണാടിയിൽ നോക്കുന്നത്, നിങ്ങളുടെ പ്രതിബിംബം കാണുന്നത് അത്രമേൽ ദോഷകരമാണ്. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ദൗർഭാഗ്യം വേട്ടയാടും എന്നാണ് പറയുക. ഭാഗ്യം നിങ്ങളിൽ നശിക്കുന്നതിന് കാരണമായി തീരും. കേടായ ചെരുപ്പുകൾ ഒരിക്കലും നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. അപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ദോഷകരമാണ്. ഇപ്രകാരം നിങ്ങൾ ധരിക്കുന്നത് പോലും നിങ്ങൾക്ക് ദോഷമാണ് വന്നു ചേരുക. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതും അനിവാര്യമാകുന്നു. പൊട്ടിയ ചില്ല് പാത്രങ്ങൾ അല്ലെങ്കിൽ ചിന്നൽ വീണതായ അത്തരത്തിലുള്ള പാത്രങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഗ്ലാസ് പാത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം. പ്രധാന വാതിൽ തുടച്ച് വൃത്തിയാക്കുക എന്ന കാര്യം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ നെഗറ്റീവായ ഊർജങ്ങൾ ഇരട്ടിക്കുന്നതിന് അത് കാരണമായി തീരും. പ്രധാന വാതിലിൽ സ്വസ്തിക ചിഹ്നം വരയ്ക്കുന്നത്, ഓം ചിഹ്നം വരയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. കൂടാതെ തുളസിത്തറയിൽ നാളെ പ്രത്യേകമായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തുളസിത്തറ തീർച്ചയായും വൃത്തിയാക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. ആ കാര്യത്തിന് ഉപേക്ഷ വിചാരിക്കുവാൻ പാടുള്ളതല്ല.
പൂജാമുറിയിൽ കേടായ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ പാടുള്ളതല്ല. ഇവ ഉണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കുവാനുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവ നിങ്ങളുടെ പൂജാമുറിയിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് ദോഷം മാത്രമേ നൽകൂ. കട്ടിലിന്റെ അടിയിൽ അഥവാ നിങ്ങൾ കിടക്കുന്നതായ കട്ടിലിന്റെ അടിയിൽ മറ്റു വസ്തുക്കൾ വരാൻ പാടില്ല എന്നാണ് പറയുക. ഇപ്രകാരം വരുന്നത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കും. നെഗറ്റീവ് ഊർജത്തിന്റെ പ്രഭാവം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും. കേടായ ചെടികൾ, അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ശുചിമുറിയിൽ അനാവശ്യമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഉപയോഗിച്ചതിന്റെ കവറുകൾ തുടങ്ങിയ കാര്യങ്ങളുണ്ട് എങ്കിൽ, ഉപയോഗശൂന്യമായ മറ്റ് വസ്തുക്കളുണ്ട് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. പഴയ കലണ്ടർ വീടുകളിലുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഇനി പരാമർശിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെ കുറിച്ചാണ്. വീടുകളിൽ ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ. ഇവ വീട്ടമ്മയോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങളോ ചെയ്യുന്നത് ദോഷകരമാണ്. അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഈ സമയം ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന കാര്യമാണ്. ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് ഈ സമയം ആഹാരം പാചകം ചെയ്യുന്നതിനും. ഈ സമയം ആഹാരം നിങ്ങൾ പാചകം ചെയ്യുന്നത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കില്ല എന്നാണ് പറയുക. അതിനാൽ പാചകം ചെയ്യുന്നതും ആഹാരം ഈ സമയം കഴിക്കുന്നതും ശുഭമല്ല എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ഗ്രഹണ സമയം നിങ്ങൾ കുളിക്കുന്നത് ദോഷകരമായ ഫലം നൽകും. അതിനാൽ ഈ സമയം അത്തരം കാര്യങ്ങളും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ചിലർ വിളക്ക് തെളിയിച്ച് വയ്ക്കുന്നവരുണ്ടാകാം, എന്നാൽ അത് പാടില്ല എന്നാണ് പറയുക. അതിനാൽ ഗ്രഹണ സമയം വിളക്ക് തെളിയിക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ ഈ സമയം മൂർച്ചയേറിയ വസ്തുക്കൾ, അത്തരത്തിലുള്ള ആയുധങ്ങൾ പല കാര്യങ്ങൾക്ക് അഥവാ ജോലിക്കായി ഉപയോഗിക്കുന്നവരുണ്ടാകാം. അത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഈ സമയം ഒഴിവാക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കണം. കൂടാതെ ഈ സമയം പണം, സ്വർണം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭം. അതിനാൽ ഈ സമയം അത്തരം കാര്യങ്ങളും ഒഴിവാക്കുന്നതാണ് ശുഭം എന്ന് തന്നെ പരാമർശിക്കാം. പൂജാമുറി ഈ സമയം അടച്ചിടുക എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തുളസി പറിക്കുന്നതും ഈ സമയം ശുഭകരമല്ല. അതിനാൽ തുളസി ആവശ്യമുണ്ട് എങ്കിൽ ഗ്രഹണ സമയത്തിന് മുൻപ് തന്നെ പറിച്ചു വയ്ക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ തീർച്ചയായും നാളെ നിങ്ങൾ പാലിക്കുവാൻ അഥവാ മാർച്ച് 29 പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാൻ സാധ്യതയുള്ള ആ ദോഷകരമായ ഫലങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്.